2016 പുറത്തിറങ്ങിയ ചലച്ചിത്രം ബ്ലഡ് ഫാദറിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ലിഡിയ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് ഗൺ ഷോപ്പിലേക്ക് എത്തിയിരുന്ന ലിഡിയ അവിടെ നിന്നും ഗണ്ണും ബുള്ളറ്റുമൊക്കെ വാങ്ങുകയായിരുന്നു. തന്റെ ബോയ് ഫ്രണ്ട് ജോനയ്ക്ക് വേണ്ടിയായിരുന്നു ലിഡിയ അതൊക്കെ വാങ്ങിയത്. എൽ പട്രീനോ എന്ന പേരിലുള്ള ഒരു മയക്കുമരുന്ന് സംഘത്തിലെ അംഗമാണ് ജോന. എൽ പട്രീനോയുടെ കുറെ വസ്തുക്കളും പണവുമൊക്കെ മോഷണം പോയിരുന്നു. അത് മോഷ്ടിച്ചു ഇന്ന് സംശയിക്കുന്ന ഒരു ഫാമിലിയുടെ വീട്ടിലേക്കായിരുന്നു ജോനായും സംഘാംഗങ്ങളും ഒപ്പം ലിഡിയയും എത്തിച്ചേർന്നത്. 3 കുട്ടികളും ഭാര്യയും ഭർത്താവും അടങ്ങുന്നതായിരുന്നു അവർ എത്തിച്ചേർന്ന കുടുംബം. ലിഡിയ പുറത്തു നിൽക്കുകയായിരുന്നു. വൈകാതെ വീടിനകത്തു നിന്നും ഗൺഷോട്ടുകൾ കേട്ടു. അത് കേട്ട് ലിഡിയ ഒന്ന് ഞെട്ടുക പോലും ചെയ്തിരുന്നു. ജോന അത്തരത്തിൽ വയലന്റായി അതിനു മുമ്പ് ലിഡിയ കണ്ടിട്ടില്ല. പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാകട്ടെ വെടിയൊച്ച കേട്ടതും അവിടെ നിന്ന് ഓടി ഒളിച്ചു. ലിഡിയ വീടിനകത്തേക്ക് കയറി ചെന്നു. അകത്ത് ഹസ്ബൻഡ് മരണപ്പെട്ട് കിടക്കുന്നു. ഭാര്യയെ തോക്ക് ചൂണ്ടി ജോന ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഷ്ടിച്ച പണം എവിടെ എന്നതാണ് ജോനക്കറിയേണ്ടത്. ആ സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന കണ്ടതും ലിഡിയ ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഇതേസമയം പേടിച്ചു വരണ്ടിരുന്ന ആ ഭാര്യയാകട്ടെ തനിക്ക് പണത്തെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ലിഡിയയുടെ വാക്കുകൾ ജോന ചെവികൊണ്ടതേയില്ല. ജോന അത്തരത്തിൽ ക്രൂരത പ്രവർത്തിക്കുമ്പോൾ മറ്റ് ഗ്യാങ് മെമ്പേഴ്സ് വീടിനകത്ത് പണം തിരയുകയായിരുന്നു. ലിഡിയ വീണ്ടും അവരെ ഉപദ്രവിക്കരുതെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ജോന ലിഡിയയെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് തങ്ങളോടുള്ള ലോയൽറ്റി തെളിയിക്കാൻ ആ സ്ത്രീയെ ലിഡിയെ തന്നെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യപ്പെട്ടു. ലിഡിയ വല്ലാതെ ഭയന്നിരുന്നു. അവൾക്കത് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജോന ആകട്ടെ കൊലപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ വല്ലാതെ പ്രഷറിലായി. ആ ഒരു പാനിക് സിറ്റുവേഷനിൽ അബദ്ധത്തിൽ ലിഡിയ വെടിയുതിർത്തു. വെടികൊണ്ടതാകട്ടെ ജോനയുടെ കഴുത്തിലുമായിരുന്നു. അത് കണ്ടതും ഭയപ്പെട്ട ലിഡിയ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോന്നു. ഇല്ലെങ്കിൽ താനും കൊല്ലപ്പെടുമോ എന്നവൾ ഭയന്നിരുന്നു. കഥ അവിടെ നിന്നും അല്പം പ്രായം ചെന്ന ഒരു മനുഷ്യനിലേക്ക് തിരിയുന്നു. ജോൺ എന്നായിരുന്നു അയാളുടെ പേര്. ജോൺ ലിഡിയയുടെ അച്ഛനാണ്. ജോൺ എന്ന് ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ വന്നതായിരുന്നു. തന്റെ കൂട്ടുകാരനൊപ്പമായിരുന്നു ജോണിന്റെ വരവ്. ജോൺ തന്റെ കഥ സപ്പോർട്ട് ഗ്രൂപ്പിലെ മറ്റുള്ളവരോട് പങ്കുവെച്ചു. ജോൺ പണ്ട് US മിലിറ്ററിയിലെ മെമ്പറായിരുന്നു. കരുത്തുറ്റ പട്ടാളക്കാരൻ. പക്ഷെ ഒരിക്കൽ അബദ്ധത്തിൽ ചില കൊലപാതകങ്ങളിൽ അയാൾ ഏർപ്പെട്ടുപോയി. മദ്യലഹരിയിൽ അയാൾക്ക് പറ്റിപ്പോയൊരു അബദ്ധമായിരുന്നു അത്. അതിന്റെ പേരിൽ കോടതി 7 കൊല്ലം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. തടവ് ശിക്ഷ കഴിഞ്ഞ് ജോൺ അപ്പോൾ ജയിലിൽ നിന്നും ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ജോണിന്റെ സുഹൃത്ത് കിർബിയായിരുന്നു ജോണിനെ ആ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്. മിലിറ്ററി നാളുകൾ മുതൽ ജോണിന് കിർബിയെ പരിചയമുണ്ട്. അവരൊരു ഫാമിലി പോലായിരുന്നു. അടുത്ത സുഹൃത്തുക്കളും. വർഷങ്ങൾക്ക് മുമ്പേ ജോൺ ഡിവോഴ്സ്ഡ് ആയതായിരുന്നു. ജയിലിൽ നിന്ന് വന്ന ശേഷം കിർബിയുടെ സ്പോൺസർഷിപ്പിൽ ഒരു ക്യാമ്പർ വാനിലാണ് ജോൺ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ജോൺ ഇപ്പോൾ ഒരു ടാറ്റു ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുകയാണ്. മിലിറ്ററി വിട്ട ശേഷം ജോൺ അതായിരുന്നു ജോലിയായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തീർത്തും ഒറ്റയ്ക്കായതുകൊണ്ട് ജോൺ നല്ല രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. മകൾ ലിഡിയയാകട്ടെ അച്ഛനുമായി അടുത്ത ബന്ധമൊന്നും വെച്ചു പുലർത്തിയിരുന്നില്ല. വല്ലപ്പോഴും ഒന്ന് കോൾ ചെയ്യുക മാത്രം ചെയ്യും. അങ്ങനെ ഇരിക്കെയായിരുന്നു ജോണിന് ലിഡിയയുടെ ഫോൺ കോൾ എത്തുന്നത്. ലിഡിയ ജോണിനോട് സംസാരിച്ചു. താൻ വീട് വിട്ട് പോരുകയാണെന്നും തനിക്ക് അർജന്റായി $2000 വേണമെന്നും ഒരിടം കണ്ടെത്തി താമസിക്കാനും ജോലി കണ്ടെത്തുന്നതുവരെ ചെലവിനുമായിട്ടാണ് അതെന്നും ജോണിനോട് ആവശ്യപ്പെട്ടു. യാഥാർത്ഥ്യത്തിൽ പോലീസും ജോനായെ ഷൂട്ട് ചെയ്ത ശേഷം ജോനായുടെ ആളുകളും അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അവരെ ഭയന്നായിരുന്നു അവൾ ഓടിയൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അച്ഛനോട് പറയാൻ അവൾ തയ്യാറായില്ല. അച്ഛനെയും അത് അപകടത്തിലാക്കുമോ എന്നൊക്കെ അവൾ ഭയപ്പെട്ടു. മകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതും മകൾ എന്തോ അപകടത്തിലാണ് എന്ന് തോന്നിയ അദ്ദേഹം മകൾക്കുടൻ തന്നെ പണം നൽകാമെന്ന് സമ്മതിച്ചു. സാന്റമോണിക്കയിലെ ഒരു ബാറിൽ വന്ന് തന്നെ മീറ്റ് ചെയ്യാൻ ലിഡിയ ജോണിനോട് പറഞ്ഞു. ജോണും ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. യാഥാർത്ഥ്യത്തിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ജോണിന്റെ പക്കൽ അപ്പോൾ അത്രയും പണമൊന്നും ഉണ്ടായിരുന്നില്ല. കോൾ കട്ടായതിന് പിന്നാലെ കാറിൽ ജോൺ ലിഡിയ പറഞ്ഞ ഇടത്തേക്ക് പുറപ്പെട്ടു ചെന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ ജോൺ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ജോണിനെ നോക്കിക്കൊണ്ട് ഏറെ പരിഭ്രാന്തിയിൽ ലിഡിയ അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ അച്ഛന്റെ കാർ അവൾ കണ്ടെത്തി. ജോൺ ലിഡിയയെ കാറിനകത്തേക്ക് കയറ്റി ശേഷം തിരികെ തന്റെ ഇടത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവാൻ തുടങ്ങി. ജോനയുടെ ആളുകളുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ട ആശ്വാസം ലഭിച്ചതിനാൽ തളർന്നിരുന്ന അവൾ കാറിലിരുന്നേ ഉറങ്ങിപ്പോയിരുന്നു. തന്റെ ഇടത്തേക്ക് എത്തിയതും ഉറങ്ങിപ്പോയ മകളെ എടുത്ത് ജോൺ ബെഡിലേക്ക് കൊണ്ടുകിടത്തി. ശേഷം അവളുടെ ബാഗ് നോക്കി. ബാഗിനകത്ത് ആൽക്കഹോളും മയക്കുമരുന്നും
ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ബാഗിൽ നിന്ന് കിട്ടിയ തോക്കെടുത്ത് സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു. മകൾ എന്തോ വലിയ അപകടത്തിലാണ് എന്ന് ജോൺ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ലിഡിയ ഉണർന്നപ്പോൾ ലിഡിയ ജോണിനടുക്കൽ താൻ ചോദിച്ച പണം ആവശ്യപ്പെടാൻ തുടങ്ങി. പക്ഷേ തന്റെ പക്കൽ ആവശ്യത്തിന് പണമൊന്നുമില്ല എന്ന് പറഞ്ഞ് ജോൺ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. അത് കേട്ടതും ലിഡിയ വല്ലാതെ അച്ഛനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. മകളെ സമാധാനിപ്പിക്കാൻ ജോൺ ശ്രമിച്ചെങ്കിലും ലിഡിയ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ലിഡിയക്കൊരു ജോബ് കണ്ടെത്താൻ പറ്റുന്നവരെ ലിഡിയ തന്റെ കൂടെ താമസിച്ചോ എന്നായിരുന്നു ജോൺ ലിഡിയക്ക് അടുത്ത് പറഞ്ഞത്. പക്ഷേ ലിഡിയ അതിനും മടിച്ചു നിന്നു. അച്ഛന്റെ കൂടെ ഒരുപാട് നാൾ നിന്നാൽ അച്ഛനെയും താൻ അപകടത്തിൽപ്പെടുത്തുമോ എന്നവൾ ഭയന്നിരുന്നു. തന്റെ ബോയ്ഫ്രണ്ട് മരണപ്പെട്ടുവെന്നും അതുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലാണ് എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും ബോയ്ഫ്രണ്ടിന്റെ മരണത്തിന് കാരണം താനാണ് എന്നൊന്നും അവൾ അച്ഛനോട് പറഞ്ഞിരുന്നില്ല. അതിനോടകം ലിഡിയയെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് ജോൺ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കാരണം പലയിടത്തും വാണ്ടഡ് എന്ന പേരിൽ ലിഡിയയുടെ നോട്ടീസുകൾ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരാഴ്ച അവിടെ നിൽക്കുവാനും അതിനുള്ളിൽ വേണ്ട പണം താൻ സംഘടിപ്പിക്കാം എന്നും ജോൺ മകളോട് പറഞ്ഞു. അന്ന് ഉച്ചതിരിഞ്ഞ് ജോൺ കൂട്ടുകാരൻ കിർബിയെ വിളിച്ചു. കിർബിക്കടുത്ത് പണം കടം തരാമോ എന്ന് ചോദിച്ചു. കാര്യങ്ങൾ അന്വേഷിച്ച് കിർബി അറിഞ്ഞതും പണം കൊടുക്കാൻ അയാൾ വിസമ്മതിച്ചു. ഈ പണം ലിഡിയയുടെ കയ്യിലെത്തിയാൽ അവൾ അത് മയക്കുമരുന്നിനും മറ്റുമായിരിക്കും ഉപയോഗിക്കുകയെന്നും മറ്റൊരു ഗുണവും ഉണ്ടാകില്ല എന്നും കിർബി വ്യക്തമാക്കി. എത്രയും വേഗം ലിഡിയയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റും സൈക്യാട്രിക് ഹെൽപ്പും ഒക്കെയാണ് ജോൺ ചെയ്തു കൊടുക്കേണ്ടത് എന്നായിരുന്നു കിർബിയുടെ മറുപടി. അന്ന് രാത്രിയിൽ ജോണിന്റെ ഇടത്തേക്ക് ഗാങ്സ്റ്റേഴ്സിനെ പോലെ തോന്നിക്കുന്ന കുറച്ചാളുകൾ കടന്നു വന്നു. ടാറ്റൂസ് പതിപ്പിക്കാനാണ് എന്ന് പറഞ്ഞായിരുന്നു അവരുടെ വരവ്. പക്ഷേ അവരെ കണ്ടതും ജോണിന് അപകടം മണത്തിരുന്നു. അതോടെ ജോൺ തന്റെ ക്യാമ്പർ അടച്ച് മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ വെച്ച് പുറത്തെത്തിയ ഗാങ്സ്റ്റേഴ്സ് പ്രശ്നമുണ്ടാക്കാനും ബഹളം കൂട്ടാനും ഒക്കെ തുടങ്ങിയെങ്കിലും ജോൺ മകളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു അറ്റാക്കർ ജോണിന്റെ ക്യാമ്പർ വാന്റെ വിൻഡോ തകർത്തതോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങുകയായിരുന്നു. ജോണും ലിഡിയയും ക്യാമ്പർ വാനിനകത്ത് ട്രാപ്പാകുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഭാഗ്യവശാൽ ആ സമയം അങ്ങോട്ടേക്ക് കിർബിയും സുഹൃത്തുക്കളും ആയുധങ്ങളുമായി വന്നു ചേർന്നു. തങ്ങളെക്കാൾ കൂടുതൽ മെമ്പേഴ്സ് ആയുധങ്ങളുമായി അവിടെ എത്തിയതുകൊണ്ട് അവരെ ആക്രമിക്കാനെത്തിയ ഗാങ്സ്റ്റേഴ്സിന് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. ഇനിയും അവിടെ തുടർന്നാൽ തന്റെ മകൾക്ക് അപകടമാണെന്ന് കണ്ടതും ജോൺ ലിഡിയയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരംഭിച്ചു. ടൗൺ വിട്ട് അവർ കാർ ഓടിച്ചു പോയിക്കൊണ്ടേയിരുന്നു. സുരക്ഷിതമായ ഒരു സ്ഥാനം കണ്ടെത്തലായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. ആ യാത്രയിൽ ജോണും ലിഡിയയും മനസ്സു തുറന്ന് സംസാരിച്ചു. ലിഡിയ ജോണിനടുക്കൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ജോന എന്ന ഒരു വ്യക്തിയുമായി താൻ പ്രണയത്തിലായിരുന്നെന്നും ജോനയുടെയും സംഘത്തിന്റെയും പണം മോഷണം പോയിരുന്നെന്നും അത് തിരികെ പിടിക്കുവാൻ ഒരു വീട്ടിൽ അവർ ആക്രമണം നടത്തിയെന്നും അത് കണ്ട് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നോട് വെടിയുതിർക്കാൻ ആവശ്യപ്പെട്ടെന്നും അപ്പോഴുള്ള പരിഭ്രാന്തിയിൽ താൻ ജോനയെ വെടിവെച്ചു പോവുകയായിരുന്നു എന്നും അവൾ വ്യക്തമാക്കി. ജോണ മരണപ്പെട്ടിട്ടുണ്ടാകും എന്നും അവൾ കൂട്ടിച്ചേർത്തു. എൽ പട്രീനോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കീഴിലാണ് ജോന ഉണ്ടായിരുന്നതെന്നും അവരൊക്കെ മയക്കുമരുന്ന് സംഘത്തിലെ ആളുകളാണെന്നും അവൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ജോനയുടെ ആളുകളും പോലീസും ലിഡിയയുടെ പിന്നിലുണ്ട്. കാര്യങ്ങൾ ജോണിന് കൂടുതൽ വ്യക്തമായി കഴിഞ്ഞിരുന്നു. പകൽ മുഴുവൻ യാത്ര ചെയ്ത് രാത്രിയിൽ അവരൊരു മോട്ടലിലെത്തി. അവിടെ ഒരു റൂം എടുത്തു. പക്ഷേ കിടന്നിട്ടും ലിഡിയ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രഷ് എയറിനായി അവൾ പുറത്തേക്കിറങ്ങി. റിസപ്ഷനിലേക്ക് എത്തിയ ലിഡിയ അവിടുണ്ടായിരുന്ന പയ്യനുമായി സംസാരിച്ചു നിൽക്കുവാനും പരിചയത്തിലാകുവാനും ആരംഭിച്ചു. അവർ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ടിവിയിൽ ലിഡിയയെ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ടുള്ള വാർത്ത വന്നത്. പെട്ടെന്ന് അവരുടെ സംസാരം മുറിഞ്ഞു. റിസപ്ഷനിസ്റ്റ് പയ്യനും ആ വാർത്ത നോക്കിക്കണ്ടിരുന്നു. മോട്ടലുകാർ വന്നപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം ലിഡിയ ഉടൻ തന്നെ തന്റെ അച്ഛനെ ഫോൺ ചെയ്ത് അറിയിച്ചു. സാധനങ്ങളും എടുത്ത് വേഗത്തിൽ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും പോലീസ് ഓഫീസേഴ്സ് ആ മോട്ടലിന്റെ പുറത്തെത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ റിസപ്ഷനിലെ ആ പയ്യൻ അവരെ സഹായിക്കാമെന്നേറ്റു. അവരെ സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഹൈഡിംഗ് സ്പോട്ടിൽ ഒളിപ്പിച്ചു. ആ മുറിയിൽ ഒളിച്ചിരിക്കുമ്പോഴും ജോൺ പുറത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. 2 പോലീസുകാർ പുറത്തു വാഹനങ്ങൾ പരിശോധിക്കുന്നു. അവരുടെ അടുത്തേക്കും എത്തിച്ചേരുന്നതിന്റെ സാധ്യതകൾ പോലും ഉണ്ടായിരുന്നു. ആ സമയം പെട്ടെന്ന് മറ്റൊരു ഡയറക്ഷനിൽ നിന്നും വെടിയൊച്ച കേട്ടു. ഓഫീസേഴ്സിനെ ആരോ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ആ അവസരം കൃത്യമായി മുതലെടുത്ത് ജോണും ലിഡിയയും വേഗം പുറത്തേക്കിറങ്ങി മോട്ടലിലെത്തിയ മറ്റൊരു ഗസ്റ്റിന്റെ കാർ മോഷ്ടിച്ച് അവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിച്ചു. പോലീസുകാരെ വെടിവെച്ചു കൊന്ന ഹിറ്റ്മാൻ അവരുടെ പിന്നാലെ അവർക്ക് നേരെ വെടിയുതിർക്കാൻ പാഞ്ഞെടുത്തെങ്കിലും അവർ രക്ഷപ്പെട്ടു പോന്നു. ശരീരം മുഴുവൻ ടാറ്റു പതിപ്പിച്ചിരുന്ന ആ മിസ്റ്റീരിയസ് വ്യക്തി ആരെന്ന് മാത്രം തീർത്തും വ്യക്തമായിരുന്നില്ല. എന്തായാലും അത് എൽ പാട്രീനോയുടെ ആളായിരിക്കും എന്നവർ കണക്കുകൂട്ടി. അടുത്ത ദിവസം ജോൺ തന്റെ പരിചയക്കാരൻ ജാക്കിനെ കോണ്ടാക്ട് ചെയ്തു. ജോൺ ജയിലിൽ കിടന്നപ്പോഴുള്ള പരിചയമാണ്. ജാക്ക് ഇപ്പോഴും ജയിലിലെ അന്തേവാസിയും. ലിഡിയയെ അറ്റാക്ക് ചെയ്ത വ്യക്തിയെ അവളെ പിന്തുടരുന്നവരെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാൻ ജാക്കിന്റെ സഹായം തേടലായിരുന്നു ജോൺ ഉദ്ദേശിച്ചിരുന്നത്. ജാക്ക്
പഴയൊരു മാഫിയ ലീഡറായിരുന്നു. നിരവധി കണക്ഷൻസും അയാൾക്കുണ്ട്. താൻ ഹെൽപ്പ് ചെയ്യാം എന്ന് ജാക്ക് സമ്മതിച്ചു. കാറിൽ പോയാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ട് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു വണ്ടിയിൽ കയറി ജോണും ലിഡിയയും യാത്ര തുടർന്നു. ഒടുവിൽ അവർ മൊന്റാനയിലെ ഒരു ബാറിലേക്കും എത്തിച്ചേർന്നു. ടോം ഹാരിസ് എന്ന പേരുള്ള മിലിറ്ററിയിലെ തന്റെ ഒരു പരിചയക്കാരനെ ജോൺ അവിടെ അന്വേഷിച്ചു. ടോം ഹാരിസിന് പണ്ട് ജോൺ പണവും തന്റെ വണ്ടിയുമൊക്കെ കടം കൊടുത്തിട്ടുണ്ട്. അത് തിരികെ വാങ്ങാം എന്നായിരുന്നു ജോൺ ചിന്തിച്ചിരുന്നത്. പക്ഷേ ലിഡിയയെ ജോണിന്റെ പാർട്ട്ണറായി കണ്ട ആ ബാർടെൻഡർ ടോമിന്റെ അഡ്രസ് ഒന്നും പറയുവാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്നും വിവരമൊന്നും കിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ട് ജോൺ കിർബിയെ ഫോൺ ചെയ്തു. കിർബിയുടെ അടുക്കൽ സഹായം ചോദിക്കുകയായിരുന്നു ജോണിന്റെ ലക്ഷ്യം. പക്ഷേ അപ്പോഴേക്കും ലിഡിയ ബാർടെൻഡറും അവിടെയുള്ളവരുമായി ഫ്ലർട്ടൊക്കെ ചെയ്ത് കാര്യം സാധിച്ചെടുത്തിരുന്നു. ടോമിന്റെ അഡ്രസ് ലിഡിയ സംഘടിപ്പിച്ചു. ടോമിന്റെ അഡ്രസ് കിട്ടിയതോടെ ലിഡിയയും ജോണും ടോമിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ എത്തിയതും ജോൺ ടോമിനടുക്കൽ തന്റെ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളും പണ്ട് താൻ കടം തന്ന പണവും തിരികെ ആവശ്യപ്പെട്ടു. ആ പണമൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നായിരുന്നു ടോമിന്റെ മറുപടി. എന്നിരുന്നാലും ജോണിനെ ഹെൽപ്പ് ചെയ്യാം എന്ന് ടോം പറഞ്ഞു. അവരോട് അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടുവാൻ ടോം ആവശ്യപ്പെട്ടു. അന്ന് വൈകിട്ട് ടോം തന്റെ മോട്ടോർ സൈക്കിൾ ക്ലബിലെ മെമ്പേഴ്സിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവരിൽ പലരും ജോണുമായി പരിചയം പുതുക്കി. അന്ന് രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുവാൻ ലിഡിയയും ജോണും തീരുമാനിച്ചിരുന്നു. പക്ഷേ പിറ്റേന്ന് ഞെട്ടിക്കുന്ന ആ സംഭവമുണ്ടായി. ടോമും ടോമിന്റെ ഭാര്യയും ചേർന്ന് ജോണിനെയും ലിഡിയയെയും ഗൺ പോയിന്റിലാക്കി അവരോട് കീഴടങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്തായിരുന്നു ലിഡിയയുടെ മേൽ $30,000 റിവാർഡ് മണി ലഭിക്കും എന്ന വാണ്ടഡ് പേപ്പർ അവർക്ക് ലഭിക്കുന്നത്. അവരെ ഏൽപ്പിച്ച് ആ പണം സ്വന്തമാക്കാനായിരുന്നു ടോമിന്റെയും ഭാര്യയുടെയും പദ്ധതി. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ജോൺ തിരിച്ചറിഞ്ഞു. പിന്നെ അധികം മടിച്ചില്ല. ആദ്യമേ ടോമിന്റെ ഭാര്യയെ അടിച്ചിട്ട ജോൺ ഭാര്യയുടെ കയ്യിലിരുന്ന ഗണ്ണ് കരസ്ഥമാക്കി അത് ടോമിന്റെ നേരെ ചൂണ്ടി തന്റെ പണവും ഹാർലി ഡേവിഡ്സനും ഇപ്പോൾ തന്നെ തരണം എന്നയാൾ ഡിമാൻഡ് ചെയ്തു. ആവശ്യമുള്ളത് അവിടെ നിന്ന് തിരിഞ്ഞ് ജോൺ കയ്യിലെടുത്തു. ശേഷം പഴയ ഫ്രണ്ട്ഷിപ്പിന്റെ ഒറ്റപ്പേരിൽ മാത്രം ടോമിനെ കൊല്ലാതെ ജോൺ ലിഡിയയെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. തന്റെ പഴയ ഹാർലി ഡേവിഡ്സണിലായിരുന്നു ലിഡിയയെയും കൂട്ടി ജോൺ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ അവരെ പിടികൂടുവാനും കീഴ്പ്പെടുത്താനും ടോം കുറച്ച് ആളുകളെ അവർക്ക് പിന്നാലെ അയച്ചിരുന്നു. വലിയൊരു ചേസ് തന്നെ നടന്നു. ചേസിനൊടുവിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഗണ്ണുപയോഗിച്ച് ജോൺ തന്നെ ചേസ് ചെയ്തു വന്ന ടോമിന്റെ ആളുകളെ വകവരുത്തി. ഇനിയും അതേ ലുക്കിൽ തുടർന്നാൽ ശരിയാവില്ല എന്ന് ജോണും ലിഡിയയും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലുക്ക് മാറ്റുവാൻ അവർ തീരുമാനിച്ചു. ജോൺ തന്റെ താടിയും മീശയും ഷേവ് ചെയ്തു. ലിഡിയ ആകട്ടെ മുടിയുടെ കളർ തന്നെ മാറ്റി. കൂട്ടുകാരൻ ജാക്കിൽ നിന്നും വിവരങ്ങൾ അറിയുവാൻ ജോണിനെ ജയിൽ സന്ദർശിക്കണമായിരുന്നു. വൈകാതെ അതിനായി ജോൺ പുറപ്പെട്ടു. നേരെ ജയിലിലെത്തി ജാക്കിനെ നേരിൽ കണ്ടു. അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ ജാക്ക് ജോണിനോട് വ്യക്തമായും പറയുകയായിരുന്നു. ലിഡിയയെ പിന്തുടരുന്നത് എൽ പട്രീനോയുടെ ആളുകളും ജോനായുടെ ആളുകളും പോലീസുമാണ്. എൽ പട്രീനോയുടെ കുറേയധികം പണം മോഷ്ടിക്കപ്പെട്ടിരുന്നു. അത് യാഥാർത്ഥ്യത്തിൽ മോഷ്ടിച്ചത് ജോന തന്നെയാണ്. പക്ഷേ താൻ പിടിക്കപ്പെടാതിരിക്കുവാൻ അത് മോഷ്ടിച്ച കുറ്റം ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ചുമത്തി അയാളെ കൊലപ്പെടുത്താനായിരുന്നു ജോന ശ്രമിച്ചത്. അവിടെ വെച്ചിട്ടാണ് അബദ്ധത്തിൽ ലിഡിയ ജോനയെ വെടിവെക്കുന്നത്. ശേഷം ലിഡിയ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അതോടെ എൽ പെട്രീനോ പണം മോഷ്ടിച്ചത് ലിഡിയയായിരിക്കും എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. ജോന സേഫായി ഒഴിഞ്ഞു മാറി. അതുകൊണ്ടാണ് ലിഡിയയുടെ പിന്നാലെ ഏവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം മോട്ടലിലായിരുന്ന ലിഡിയയ്ക്ക് കിർബിയുടെ അടുത്തു നിന്നും ഫോൺ കോൾ വന്നു. എൽ പെട്രീനോയുടെ ആളുകൾ ലിഡിയ എവിടാണുള്ളത് എന്ന് കണ്ടെത്തിയെന്നും എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്നുമായിരുന്നു കിർബി ഫോണിലൂടെ പറഞ്ഞത്. ഒരുപാട് ആളുകളുള്ള പബ്ലിക് ഇടങ്ങളിലേക്ക് എവിടേക്കെങ്കിലും പോകുവാനും കിർബി ആവശ്യപ്പെട്ടു. താൻ തിയേറ്ററിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ലിഡിയ തിയേറ്ററിലേക്ക് പോയി. തിയേറ്ററിലിരുന്നാൽ താൻ സുരക്ഷിതയായിരിക്കും എന്നായിരുന്നു ലിഡിയ കരുതിയത്. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. കിർബിയുടെ ഫോണിലൂടെ ലിഡിയയെ കോൾ ചെയ്തതും മറ്റും ആ സമയം ജോനയായിരുന്നു. ജോന കൊല്ലപ്പെട്ടിരുന്നില്ല. കഴുത്തിൽ വെടിയേറ്റിരുന്നെങ്കിലും അതവൻ അതിജീവിച്ചിരുന്നു. ജോനയെ നേരിൽ കണ്ടതും താൻ അപകടത്തിലാണെന്ന് ലിഡിയ തിരിച്ചറിഞ്ഞു. രക്ഷപ്പെടാൻ ജോന ശ്രമിച്ചെങ്കിലും ജോനയുടെ ആളുകൾ അവളെ പിടികൂടി കഴിഞ്ഞിരുന്നു. ജാക്കിനെ മീറ്റ് ചെയ്ത് പുറത്തേക്കിറങ്ങിയ ജോണാകട്ടെ ലിഡിയയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ജോൺ വല്ലാതെ പാനിക്കായി. പിന്നാലെ ഇൻഫർമേഷന് വേണ്ടി ജോൺ കിർബിയെ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ ഫോൺ എടുത്തത് ജോനയായിരുന്നു. കിർബിയെ താൻ പിടികൂടിയെന്നും കിർബിയെ കൊലപ്പെടുത്തിയെന്നും ജോനായിൽ നിന്ന് തന്നെ ജോൺ കേട്ടു. ജോണിനെ അത് വല്ലാതെ രോഷം കൊള്ളിച്ചിരുന്നു. ജോണിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആകെയുള്ള സുഹൃത്താണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എങ്കിലും അല്പം ശാന്തനായി ജോൺ ലിഡിയയെ പറ്റി തിരക്കി. തന്റെ പ്രവൃത്തികൾ എൽ പട്രീനോയിൽ നിന്നും മറച്ചുവെക്കുവാൻ ലിഡിയയെയും താൻ കൊലപ്പെടുത്തും എന്ന് ജോന പറഞ്ഞു. ഉടൻ വന്നു ജോണിന്റെ മറുപടി. തനിക്ക്
തനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നും തന്റെ മകൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ താൻ നേരിട്ട് ഒക്കെയും എൽ പെട്രീനോയെ അറിയിക്കും എന്ന് പറഞ്ഞ് ജോൺ അവനെ ഭീഷണിപ്പെടുത്തി. പിന്നാലെ അവനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ ഒരിടവും തീരുമാനിച്ചു. എല്ലാം തീരുമാനമായതിന് പിന്നാലെ ജോൺ നേരെ പോയത് ടോമിന്റെ ഇടത്തേക്കായിരുന്നു. അവിടെ ടോമിന്റെ ശേഖരത്തിൽ നിരവധി ആയുധങ്ങളുണ്ട്. ജോണിനത് അറിയാമായിരുന്നു. അവിടെ നിന്ന് ഗ്രനേഡ്സും ആവശ്യമുള്ള ആയുധങ്ങളും ജോൺ എടുത്തു. ശേഷം ഇറങ്ങിപ്പോവാൻ തുടങ്ങി. തടയാനായി ടോം മുമ്പിൽ വന്നിരുന്നു. ടോമിനെ വെടിവെച്ച് കൊല്ലുവാൻ ജോൺ മടിച്ചതേയില്ല. വൈകാതെ പറഞ്ഞ മീറ്റിംഗ് പോയിന്റിലേക്ക് ജോൺ വന്നു ചേർന്നു. തന്റെ ബൈക്ക് വെച്ച് അവൻ താഴെ ഇറങ്ങി. തന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലെന്ന് കൈ വിടർത്തി കാണിച്ചു. ജോനായുടെ ഒരു കയ്യാൾ വന്ന് ജോണിനെ പരിശോധിച്ചു. ശേഷം ബന്ദിയാക്കി ജോണിന്റെയും കൈകൾ കൂട്ടിക്കെട്ടി ലിഡിയക്കൊപ്പം കാറിന്റെ ബാക്കിലേക്ക് കയറ്റി. ഇരുവരെയും കൊല്ലാനായിരുന്നു ജോനായും ആളുകളും തീരുമാനിച്ചിരുന്നത്. അവർക്ക് അവിടെ നിന്ന് പോകണമായിരുന്നു. ജോണിന്റെ ഹാർലി ഡേവിഡ്സൺ വഴിയിലിരിക്കുന്നതിനാൽ അത് മാറ്റുവാൻ 2 കയ്യാളുകൾ അങ്ങോട്ടേക്ക് ചെന്നു. അവർ ആ ബൈക്ക് ഉയർത്തിയതും ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജോൺ സെറ്റപ്പ് ചെയ്തു വെച്ചിരുന്ന ലാൻഡ് മൈൻ ബൈക്കോടുകൂടെ പൊട്ടിത്തെറിച്ചു. ആ ഒരു അവസരത്തിൽ ജോൺ തന്റെ ആക്രമണം തുടങ്ങുകയും കാറിനകത്തുള്ള ജോണിയെയും കയ്യാളിനെയും അടിച്ചിട്ട് ലിഡിയയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ജോന് രക്ഷപ്പെട്ടിരുന്നു. അവൻ ഓടി മാറാൻ തുടങ്ങി. ജോണും ലിഡിയയും ജോനായുടെ കാറെടുത്തു തന്നെ മുമ്പോട്ട് പോയി. പക്ഷേ മലമുകളിൽ നിന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യൽ ആരംഭിച്ചിരുന്നു. എൽ പെട്രീനോ ഹയർ ചെയ്തിരുന്ന ഹിറ്റ്മാൻ ആയിരുന്നു അത്. പണ്ട് മോട്ടലിൽ വെച്ച് ലിഡിയയെ കൊല്ലാൻ ശ്രമിച്ച് അവർക്ക് നേരെ വെടിയുതിർത്ത അതേ ഹിറ്റ്മാൻ തന്നെ. കാറിന്റെ മറവിൽ ജോനായും ലിഡിയയും സുരക്ഷിതത്വം നേടി. പക്ഷേ അതങ്ങനെ തുടരാൻ സാധിക്കില്ലായിരുന്നു. ഹിറ്റ്മാന് വെളിയിൽ വരാൻ അവസരമൊരുക്കിയ ജോൺ നേർക്ക് നേരെ നിന്ന് ഹിറ്റ്മാനെതിരെ വെടിയുതിർത്തു. ജോണിനും ഹിറ്റ്മാനിൽ നിന്നുള്ള വെടികൊണ്ടിരുന്നു. അതോടെ ജോൺ താഴെ വീണു. മകളെ പൂർണ്ണമായി രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ ജോൺ അവിടെ വെച്ച് മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പ് നീ നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് ജോൺ മകളോട് പറഞ്ഞിരുന്നു. വൈകാതെ പോലീസിനും വിവരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നതിനാൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുകയും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന ജോനായെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജോന വൈകാതെ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട് ജയിലിലേക്ക് എത്തി. ജോന വന്നിരുന്ന ടേബിളിന് ചുറ്റിലേക്കും ജാക്കും സംഘവും വന്നു വളയുന്നുണ്ടായിരുന്നു. ജയിലിൽ ജോന കൊല്ലപ്പെടും എന്ന സൂചന അവിടെ വെച്ച് വ്യക്തമാകുന്നു. തന്റെ കൂട്ടുകാരൻ ജോണിനു വേണ്ടി ജാക്ക് അത് ചെയ്യുമെന്നും ഉറപ്പായിരുന്നു. ഒരു കൊല്ലത്തിനു ശേഷം ലിഡിയ ലഹരിയിൽ നിന്നൊക്കെ മോചിപ്പിക്കപ്പെട്ടിരുന്നു. അവളൊരു സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായി തന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ ഷെയർ ചെയ്തു. അച്ഛനെ അവൾ നന്ദിയോടെ ഓർത്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.